സംശയങ്ങൾ. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ഞാൻ അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ച് കാണേണ്ടിയതുപോലെ കാണണം എന്നാക്കുന്നു. കാരണം എനിക്ക് പറ്റിയൊരബദ്ധം തന്നെ. വിശുദ്ധ അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് ഞങ്ങളുടേത്. അവിടെ ശനിയാഴ്ചകളിൽ വിശുദ്ധ അൽഫോൻസാമയോടുള്ള പ്രത്യേക നൊവേന പ്രാർത്ഥനയുണ്ട്. കാലാകാലങ്ങളായി എനിക്കൊരു സംശയം. തിരുനാൾ എന്ന വാക്ക് അച്ഛൻ പറയുമ്പോൾ തിരുനാൾ എന്നാവുന്നു. അതെന്താ അവിടെ മാത്രം ഇൾ പറയാതെ ഇൽ പറയുന്നത്? ആദ്യമൊക്കെ അച്ഛന് കൊഞ്ഞയുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു. പിന്നീട് മനസ്സിലായി, ആ വാക്ക് പറയുമ്പോൾ മാത്രമേ ഇൽ കടന്നു വരാറുള്ളൂ. ഓരോ മനുഷ്യർ ഓരോ രീതിക്കാരല്ലേ. തിരുനാൾ എന്നതിന് തിരുനാൾ എന്ന് പറയുന്നവരും ഉണ്ടാകും എന്ന് ഞാൻ കരുതി. ഓരോ തവണ ഇത് കേൾക്കുമ്പോഴും പാവം അച്ഛൻ എന്ന് മനസ്സിൽ വിചാരിച്ചു. പിന്നീടാണ് സംഗതി ആകെ മാറിയത്. നിലവിലുള്ള അച്ഛൻ സ്ഥലം മാറിപ്പോയി. പുതിയ അച്ഛൻ വന്നു. അപ്പോഴും തിരുനാൾ തന്നെ. ഇതെന്താ പകർച്ചവ്യാധിയാണോ? മനസ്സിലിങ്ങനെ ഒരു സംശയമുള്ളതല്ലാതെ ആരോടും ചോദിക്കാൻ തോന്നിയിട്ടില്ലായിരുന്നു അതുവരെ. പുതുതായി വന്ന അച്ഛനും ഇങ്ങനെ കൊഞ്ചി പറയുന്നത് കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. അന്ന് വീട്ടിൽ ചെന്ന ഉടനെ ആരോടെന്നില്ലാതെ ചോദിച്ചു, ഇതെന്താ ഇവിടെ വരുന്ന അച്ഛന്മാർ എല്ലാവരും ഇൾ എന്നതിന് പകരം ഇൽ എന്ന് പറയുന്നത്? ആർക്കും ഒന്നും പിടികിട്ടിയില്ല. മാത്രമല്ല, പ്രാർത്ഥന ചൊല്ലുമ്പോൾ മര്യാദയ്ക്ക് പുസ്തകത്തിൽ നോക്കി ചൊല്ലണം എന്നൊരു ഉപദേശം അമ്മയിൽ നിന്നും ഫ്രീ ആയി കിട്ടി. ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു, ദിവ്യ തിരുനാൾ എന്നതിന് ദിവ്യ തിരുനാൾ എന്നാണ് അച്ഛൻ പറയുന്നത്. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ദിവ്യ കതിരിനാൽ എന്നതാണ് ആ വാക്ക്. വർഷങ്ങളായിട്ട് ഇടയിലുള്ള ഞാൻ കണ്ടിട്ടേയില്ല. വെറുതെ പാവം അച്ഛന്മാരെ സംശയിച്ചു.